ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരാള് കാട്ടിലകപ്പെട്ടു പോയി. അയാൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ എന്നിവിടെ നിന്ന് രക്ഷിക്കണമേ എന്ന്. പ്രാർത്ഥന കുറെ നീണ്ടു കഴിഞ്ഞപ്പോൾ ആരോ ഒരാൾ അതിലേക്കൂടി നടന്നു പോകുമ്പോൾ ഇയാളെ പിടിച്ച് പുറത്താക്കി ആ കാട്ടിൽ നിന്ന് രക്ഷിച്ചു. ഇയാളുടെ നാട്ടിൽ തിരിച്ചെത്തി കാട്ടിലകപ്പെട്ടു പോയ അനുഭവത്തെക്കുറിച്ച് തന്റെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുകയാണ്. അയാൾ പറഞ്ഞു, രാത്രിയിൽ ഞാൻ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയി. അവിടെ നിന്ന് ഞാൻ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. കുറെ നേരം ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ കൂട്ടത്തിലുള്ള ആരോ ഒരാൾ ചോദിച്ചു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തന്നല്ലേ എന്ന്. ഇത് കേട്ട് ആ കാട്ടിലകപ്പെട്ടു പോയ മനുഷ്യൻ ഈ കൂട്ടുകാരനോട് പറഞ്ഞു, ഇല്ല, ദൈവത്തിന് അതിനുള്ള അവസരം കിട്ടിയില്ല. അതിനു മുൻപേ ആരോ ഒരാൾ എന്നെ അവിടെ നിന്ന് രക്ഷിച്ചു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തില് 10 കുഷ്ഠരോഗികളുടെ കഥയാണ് നാം വായിക്കുന്നത്. 10 പേരും ഈശോയുടെ അരികിലേക്ക് വന്നു. ഈശോ അവരെ പുരോഹിതന്മാരുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. പോകുന്ന വഴി അവരെ 10 പേരും സുഖപ്പെട്ടു. പക്ഷെ ഒരാൾ മാത്രം താൻ സുഖപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ അരികിലേക്ക്, യേശുവിന്റെ അരികിലേക്ക് നന്ദി പറയാനായിട്ട് ഓടിയെത്തി. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ പലപ്പോഴും പറ്റുന്ന വളരെ വലിയൊരു അബദ്ധം ഇതാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു എന്നത്. പലപ്പോഴും ചില വലിയ കാര്യങ്ങൾ മാത്രം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് അത് ദൈവം ചെയ്തതാണ് എന്ന് തിരിച്ചറിയാനും അംഗീകരിക്കാനും നമുക്കൊക്കെ സാധിക്കുന്നത്. ഒരുപക്ഷെ ബാക്കി 9 പേർക്കും സംഭവിച്ചതും അതായിരിക്കാം. യാത്രക്കിടയിൽ തങ്ങൾ സുഖപ്പെട്ടപ്പോൾ അത് ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് തിരിച്ചറിയാനും അംഗീകരിക്കാനും അവർക്ക് സാധിക്കാതെ പോയി എന്നതായിരുന്നിരിക്കാം യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഒരുപാട് നന്മകൾ ചൊരിയുന്നുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നുണ്ട്. നമ്മുടെ ഈ ജീവിതം പോലും ദൈവത്തിന്റെ ദാനമെന്നിരിക്കെ, അവന്റെ അത്ഭുതമാണെന്നിരിക്കെ, കർത്താവിന് നന്ദി പറയാത്ത ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന മഹത്തായ കാര്യങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.